സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംഘത്തിന്റെ ഭാഗമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാൻ ഇടയായത്. 54-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം എഴുതാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ച് അതിന്റെ ഹെഡിങ്ങിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. സംഗീത പ്രമാണിക്ക് സീഫിയർ എന്ന് പറയുമ്പോൾ സീഫ് എന്ന ദേശം, ആ ദേശത്ത് താമസിക്കുന്ന ആ ഗ്രാമക്കാർ, ആ ആൾക്കാര് ശൗലിന്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, ദാവീദ് ഞങ്ങളുടെ അടുത്തിൽ വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നീ അവനെ പിടിച്ചുകൊണ്ടാൻ പറഞ്ഞു. അപ്പോ ഇത് ദാവീദിന് അറിവുണ്ടായി. ദാവീദിന് അറിവുണ്ടായി എന്ന് പറഞ്ഞാൽ വേറെ ആരിൽ നിന്നും അറിവുണ്ടായതല്ല. ശൗലിന്റെ മകനായ യോനാഥാൻ ദാവീദുമായിട്ട് നല്ല ബന്ധത്തില, അടുപ്പത്തില. അപ്പോ കൊട്ടാരത്തിലെ സംഭാഷണങ്ങളൊക്കെ അത്യാവശ്യം ആരുടെ ചെവിയിലെത്തും? യോനാഥാന്റെ ചെവിയിലെത്തും. അപ്പൊ യോനാഥാൻ അത്യാവശ്യം ആള് വിട്ട് അറിയിപ്പ് കൊടുക്കും, ഇതുപോലെ അപ്പൻ ഈ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താമസിക്കുന്നിടത്തുനിന്ന് മാറി പാർക്കുന്നതായിരിക്കും നല്ലത്. ആ ചരിത്രം നമുക്കൊന്ന് നോക്കാമോ? വായിച്ചു നോക്കിയേ. 1 ശമൂവേൽ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 19 തുടങ്ങിയ വാക്യങ്ങൾ. 1 ശമൂവേൽ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 19 തുടങ്ങിയ വാക്യങ്ങൾ വായിച്ചു. അടുത്ത് രാജാവിന്റെ മറുപടി. ഇനി 29 വായിക്കുമ്പോൾ ചരിത്രമാണ്, അങ്ങോട്ട് വായിക്കണ്ട. സമയം കിട്ടുവാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വായിക്കുക, ഞാൻ പ്രസംഗിക്കുമ്പോൾ വായിക്കരുത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മൾ ആ ഭാഗം വായിക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്രമാണ്. സീഫ് എന്ന് പറയുന്ന സീഫിയർ അഥവാ സീഫ് എന്ന് പറയുന്ന ഗ്രാമവാസികള് ദാവീദിനെ കണ്ടെത്തി. അവര് ആ ഭാഗത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തി. അപ്പൊ കണ്ടത് കൊണ്ട് എന്താ സംഭവിച്ചു? അവര് ശൗലിന്റെ അടുക്കൽ പോയി. അപ്പൊ ഈ സീഫിയർ എന്ന് പറയുന്നത് യെരുശലേം നിവാസികളോ ഇസ്രായേലികളോ എന്ന് പറഞ്ഞ ജാതികരാണ്. അപ്പൊ അവർക്ക് ശൗല് ഒരു ഉപദ്രവകാരി ആയിരുന്നതാ. പക്ഷേ ഈ വിധത്തിൽ ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവർക്ക് ശൗലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും എന്നുള്ളൊരു തോന്നൽ കൊണ്ടാകാം അവർ പറഞ്ഞത്, ദാവീദ് ഞങ്ങളുടെ സ്വദേശത്ത്, ഞങ്ങളുടെ ദേശത്ത് പാർക്കുന്നുണ്ട്. അപ്പൊ ശൗലിന് കേട്ടപ്പോൾ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല പുള്ളി, നിങ്ങളിപ്പോ ഇന്ന് ഇവിടെ ഉണ്ടെന്ന് പറയും, ഞാൻ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ അവിടെ കാണില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയിട്ടൊരു കാര്യം ചെയ്യണം, പോയി ആ ഏറിയ മൊത്തം ഒന്ന് സെർച്ച് ചെയ്ത് ഇവർ ഏത് വഴി എവിടെ കൂടെയൊക്കെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു നല്ല അവയർനെസ് നിങ്ങൾ കാര്യമായി ഗ്രഹിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ട് എന്നോട് പറയണം, ഞാൻ പോയി അവനെ പിടിക്കാം. അപ്പോ ആലോചന ഇങ്ങനെ ശത്രുഗൃഹത്തിൽ അഥവാ കൊട്ടാരത്തിലെടുത്തു. അപ്പൊ തന്നെ ദൈവഭക്തന് ദൂത് കൈമാറി പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദ് ആ ദേശം വിട്ടു. അവിടെ നിന്ന് മാറി വിദൂരത്തേക്ക് കടന്നുപോയി. അതുകൊണ്ട് ശൗലിന് അവനെ പിടിക്കാൻ കഴിയും. അപ്പൊ ശൗലിനെ പിടിക്കാൻ കഴിയാതെ വന്ന് ദാവീദ് തന്റെ കൂട്ടരുമായിട്ട് മാറി ഒരു ഭാഗത്ത് താമസിക്കുമ്പോ എഴുതി തുടങ്ങിയ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ന്യായം എന്റെ ഭാഗത്താണ്, എങ്കിലും ശൗൽ എന്നെ എന്ത് ചെയ്യാൻ വരികയാണ്? പിടിച്ചുകൊണ്ടു പോകാൻ, കൊല്ലാൻ വേണ്ടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് പൊന്നു കർത്താവേ, എന്നെ എന്ത് ചെയ്തോളണമേ? എന്നെ രക്ഷിക്കണമേ. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോ നമുക്ക് പടപൊരുതാൻ കഴിയുമോ അറിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. അതിനുള്ള ബലവും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അതിനേക്കാളും എളുപ്പമാണ് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ചെന്ന് മുട്ടുമടക്കിയിട്ട്, പൊന്നു കർത്താവേ, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്നെ എതിർക്കുന്ന ശത്രുക്കൾ ഇങ്ങനെയുള്ളവരാണ്, അതിന്റെ നടുവിൽ എനിക്ക് നിൽക്കാൻ സാധ്യമല്ല, ഒന്ന് സഹായിപ്പാൻ എന്റെ അടുക്കലേക്ക് വരണമേ എന്ന് പറഞ്ഞ്
കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഒരു ശക്തിക്കും ഒരു ശൗലിനും നമ്മെ പിന്തുടരുവാൻ സാധ്യമല്ല. നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഇങ്ങനെ തുടർമാനം പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. തുടർമാനം പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പൊന്നു കർത്താവേ എന്റെ അപേക്ഷ കേൾക്കണമേ, എന്റെ യാതന ശ്രദ്ധിക്കണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, എന്നെ സഹായിക്കണമേ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ, പിശാചിന്റെ പദ്ധതിക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുമാറണമേ, ദുഷ്ടൻ എന്നെ തൊടാൻ അനുവദിക്കരുതേ, പതിയിരിക്കുന്ന പിശാചിന്റെ വൈരികൾക്കകത്ത് ഞാൻ വീണുപോകുവാൻ ഇടവരരുതേ, എന്റെ യാത്രയിൽ കൂടെ ഇരിക്കണമേ, എന്റെ വാഹനത്തിൽ സൂക്ഷിക്കണമേ, എന്റെ ജീവിതത്തെ കാത്തു പരിപാലിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടർമാനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവസന്നിധിയിലായിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, രാത്രി വീട്ടിലേക്ക് കയറി വരുമ്പോഴും ദൈവത്തിന്റെ മുൻപാകെ നന്ദിയുള്ളവരായി ദൈവത്തിന്റെ മഹത്വം കൊടുത്ത് പറയണം, എന്റെ ജീവിതയാനത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ, എന്റെ ജീവിതയാനത്തെ അവിടുന്ന് സൂക്ഷിച്ചതിനായി സ്തോത്രം, എന്റെ അവസ്ഥകൾ അവിടെ കൂട്ടായ്മ കാണിച്ച് കൂടിരിക്കണമേ, എന്റെ ആവശ്യങ്ങൾ അവിടുന്ന് നിവർത്തിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. സ്തോത്രം. ഇനി നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവിന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ഓക്കേ, നാലാമത്തെ വാക്യത്തിൽ കുറച്ച് സ്ട്രെങ്ത് ദാവീദിന്റെ മുമ്പ് വന്നിട്ടുണ്ട്, കുറച്ച് ശക്തി ദാവീദിന് മുമ്പ് വന്നിട്ടുണ്ട്. ദാവീദ് എന്താ പറയുന്നത് അറിയാമോ? ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു. രണ്ട് വാക്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഒരു ശക്തി അകത്ത് സംഭരിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്റെ ദൈവം എനിക്ക് സഹായകനാകുന്നു. നമ്മിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവം മുൻപാകെ അർപ്പിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ എന്നെ സഹായിക്കാൻ മറ്റാർക്കും കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടെ നിന്ന് സഹായിക്കുന്ന ദൈവമാണ്. ആ സഹായം അനുഭവിപ്പാൻ കഴിയുന്നവർ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിന്റെ മുൻപാകെ വിളിച്ചു പറയുവാൻ കഴിയും, ഇന്നലകളിൽ ആ സഹായം ഞാൻ അനുഭവിച്ചു, ഇന്നത്തെ ദിനങ്ങളിൽ ഞാൻ അത് പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു, നാളെയും ആ ദൈവം എന്റെ കൂടെ ഉണ്ടാകും. അതെന്റെ വിശ്വാസമാണ്, അതെന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഓക്കേ, പിന്നെ അടുത്ത രണ്ട് വാക്യങ്ങൾ മീൻസ് 6-7 വാക്യങ്ങൾ ദാവീദ് ദൈവം മുൻപാകെ അർപ്പിക്കുന്ന തന്റെ പ്രവൃത്തികൾ എന്താണെന്ന് നോക്കി. 6-ാമത്തെ വാക്യം, സ്വമേധ ഞാൻ നിനക്ക് മനയാഗം കഴിക്കും, യഹോവേ നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഓക്കേ, ശ്രദ്ധിച്ചേ. 4-ാമത്തെ വാക്യത്തിൽ ദൈവം സഹായമായിട്ട് കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? സ്വമേധ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ അങ്ങയുടെ മുൻപാകെ അടുത്ത് വരും. അത് പാസ് നിർബന്ധം പിടിച്ചിട്ടല്ല, വിശ്വാസികൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിനകത്തൊരു വെമ്പലാണ്, ആവേശമാണ്, ആഗ്രഹമാണ്, എനിക്ക് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്? സീഫിയർ ഒറ്റ കൊടുത്തപ്പോൾ ശൗലിനെ പിടിച്ചുകൊണ്ട് പോകേണ്ടിയിരുന്നതാണ്. ശൗലിന്റെ ആത്മബലം എനിക്കില്ല, ഞാൻ അശക്തനാണ്, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ സീഫിയർ ഒറ്റ കൊടുത്തപ്പോ ശൗലിന്റെ കയ്യിൽ അകപ്പെടുത്താതെ എന്നെ സംരക്ഷിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന്റെ മുൻപാകെ മറ്റാരുടെയും പ്രോത്സാഹനമില്ലാതെ സ്വയമായി തന്നെ ഞാൻ അവിടുത്തെ മുൻപിൽ വന്ന് അങ്ങ് ആരാധിക്കുവാനിടയായി. ആരാധനകളുള്ള ദിവസങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥനകളുള്ള ദിവസങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ, ദൈവം അന്വേഷിപ്പാൻ, ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ, മറ്റാരുടെയും പരപ്രേരണയില്ലാതെ തന്നെ ദൈവത്തെ സേവിപ്പാൻ ദിവസങ്ങൾ നമ്മൾ തയ്യാറെടുക്കണം. കാരണം ഇന്നലകളിൽ വകഞ്ഞു മാറിപ്പോയ ഒരുപിടി ദുരിതങ്ങൾ ഉണ്ട്. അവയുടെ നടുവിൽ നിന്ന് നമ്മെ ഇന്ന് പുറത്തു കൊണ്ടുവന്ന് ജീവനോടെ ദേശത്ത് നിർത്തിയിരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകരുത്. ദൈവത്തെ വെമ്പലോടെ ആരാധിപ്പാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ഒടുവിലത്തെ വാക്യം, 7-ാമത്തെ വാക്യം.
എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടു രസിക്കും. ഓക്കെ, ദാവീദ് അവസാനം പറഞ്ഞു നിർത്തുകയാണ്, ദൈവം എന്നെ എങ്ങനെ രക്ഷിച്ചു? സകല ശത്രുക്കളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ഓക്കെ, ഇനി ചരിത്രമാണ്. ചരിത്രം, ഈ സീഖ്യർ ചെന്ന് ശൗലിനോട് പറഞ്ഞു, ദാവീദ് ഞങ്ങളുടെ ദേശത്തുണ്ട്. ശൗല് പതിയെ അന്വേഷിക്കാൻ വേണ്ടി വന്നു. അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു മലമുകളാണ് ഈ സ്ഥലം. അപ്പോ ശൗല് കൂട്ടരും മലയുടെ ഈ ഭാഗത്തുകൂടെ വരുന്നു, ദാവീദ് കൂട്ടരും മലയുടെ അപ്പുറ ഭാഗത്തുകൂടെ കടന്നു പോകുന്നു. അപ്പോ ഈ ഭാഗത്തുകൂടെ കടന്നുപോയ ശൗല് കൂട്ടരും മറുഭാഗത്തുകൂടെ കടന്നു പോകുന്ന ദാവീദ് കൂട്ടരെ കാണാൻ കഴിഞ്ഞേ ഉള്ളൂ, പിടിക്കാൻ കഴിഞ്ഞില്ല. ശത്രുവിനെ ആര് കണ്ടു? ദാവീദ് കണ്ടു, പക്ഷെ ശത്രുവിന് തൊടാൻ കഴിഞ്ഞില്ല. ശത്രുവിന് നമ്മെ കാണാൻ കഴിയും, പക്ഷേ നമ്മെ സംരക്ഷിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും. തന്റെ ഉള്ളംകൈയിലെ വസ്തു പോലെ നമ്മെ സംരക്ഷിക്കുന്ന, കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കുന്ന, ചുറ്റും വേരുകെട്ടി സംരക്ഷണം അതിലൊഴുക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ശത്രു കണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ നമ്മെ കണ്ടു, പക്ഷെ അവൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്ത് ദൈവത്തിന്റെ സംരക്ഷണം അതിൽ നമുക്ക് ചുറ്റുമുണ്ട് എന്നോർത്ത് ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ശത്രു പിന്നിൽ വരുന്നത് ഇസ്രായേൽ കണ്ടു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവരെ മുക്കിക്കളയുമെന്ന് ആക്രോശിച്ച ചെങ്കടലിനെ രണ്ടായി കീറി ദൈവം ഇസ്രായേൽ അതിനകത്തൂടെ ഇറക്കി മറുകര കയറ്റുവാനിടയായി. ശത്രുവിൻ പിന്നാലെ പിൻഗമിക്കുവാനിടയായി. പക്ഷേ ഇസ്രായേൽ ഒരുക്കപ്പെട്ട വഴി ശത്രുവിന് ഗുണകരമായിരുന്നില്ല, അവർക്ക് ദോഷമായി തീരുവാനിടയായി. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, എന്റെ കണ്ണ് കൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, എന്നെയും നിങ്ങളെയും ശത്രു നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷെ അവന്റെ കണ്ണിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഒളിപ്പിച്ചു നിർത്തി നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഈ തിരുവചന ഭാഗം നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് എല്ലാം ആശ്വാസമായി തീരുവാൻ, അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ